പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഡിയം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വോക്ക് സീരീസിലുള്ള ഈ 3 ബർണർ ഗ്യാസ് കുക്ക് ടോപ്പാണ്. അപ്പോൾ വേൾഡിലെ തന്നെ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി റിമൂവബിൾ ബർണർ അസംബ്ലി കൂടെ കൊണ്ടുവന്ന ബ്രാൻഡാണ് വിഡിയം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു പെർട്ടിക്കുലർ ഗ്യാസ് കുക്ക് ടോപ്പിൻ്റെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, അതിൻ്റെ പ്രൈസ് പോയിന്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇൻസൈഡ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ഒരു ഫ്രീ കിറ്റാണ്. അതായത് നമുക്ക് ആ ബേണറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ്, അതിൻ്റെ കുറച്ച് സ്പോഞ്ച് വൈപ്സ്, അതേപോലെ തന്നെ ഒരു ജെറ്റ് ബേണർ ക്ലീനറും കൂടെയാണ് തന്നേക്കുന്നത്. സോ ഇത് നമുക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റി വയ്ക്കാം. ഓരോ ബേണറുകളും അവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് സ്മോൾ, മീഡിയം, അതേപോലെ തന്നെ ജംബോ എന്നിങ്ങനെ 3 സെറ്റ് ബേണേഴ്സ് അവർ സെപ്പറേറ്റ് ചെയ്താണ് ഇത് സെൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 3 ബേണേഴ്സും ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് നേരെ നമ്മുടെ കുക്ക് ടോപ്പ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. വളരെ സെക്യൂറായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഒരു രീതിയിലും ട്രാൻസ്പോർട്ടേഷനിൽ ഡാമേജ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കവറൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി പുറത്തേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിഡിയം വോക്ക് വെസ്റ്റ സീരീസിലെ 3 ബർണർ ഗ്യാസ് സ്റ്റവ്. അപ്പോൾ വളരെ പ്രീമിയം ഫിനിഷ് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ തന്നെ നമുക്കിവിടെ 3 മാസവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കാം. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം നമ്മുടെ ഈ ഗ്ലാസ്സിന്, ഇതിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു ഗ്ലാസ് ടോപ്പിന് നമുക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്, കംപ്ലീറ്റ് പ്രോഡക്റ്റിന് 5 വർഷം വാറണ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ 3 മാസം കൂടെ എക്സ്റ്റെൻഡഡ് വാറണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ബാക്കി കുറച്ച് രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നമുക്ക് ഈ ഒരു തന്നേക്കുന്ന ബുക്കിലുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് നേരെ ബാക്കിയുള്ള ബേണർ അസംബ്ലി കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ ഈ ഒരു ഗ്യാസ് കുക്ക് ടോപ്പിൽ നമുക്ക് 3 ബേണേഴ്സാണ് വരുന്നത്. ഒന്നിൽ ജംബോ, ദെൻ സ്മോൾ, അതേപോലെ തന്നെ മീഡിയം എന്നിങ്ങനെ 3 ടൈപ്പ് ഓഫ് ബേണേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മോൾ ബേണർ അസംബ്ലി. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് ഒരെണ്ണം മാത്രം ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഒരു ഗ്ലാസിൻ്റെ കാര്യം, ഇത് 8 mm തിക്കൻഡ് ഗ്ലാസ് ആണ്. സോ ഒരു കാരണവശാലും അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ബേണർ അസംബ്ലി ഫിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വേൾഡിലെ തന്നെ ആദ്യത്തെ കംപ്ലീറ്റ്ലി റിമൂവബിൾ ബേണർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രാൻഡാണ് വിഡിയം. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിത് ഇതുപോലെ ഒരു ക്ലാമ്പാണ് ഇതിന് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതിലേക്ക് ഇറക്കി വെച്ച് ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഈ പറയുന്ന ഡിപ്പ് ട്രേ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ പാലൊക്കെ തിളച്ച് വീഴുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേ മാത്രം എടുത്ത് വേണമെങ്കിൽ കഴുകാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സംഭവം റിമൂവ് ചെയ്ത് കംപ്ലീറ്റ്ലി വാഷ് ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വിഡിയം ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഫോർജ്ഡ് ബ്രാസ് ബേണേഴ്സ് ആണ്. മറ്റ് ബ്രാൻഡുകളെല്ലാം തന്നെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ബ്രാൻഡുകളെല്ലാം തന്നെ വെറും ബ്രാസ് ബേണേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ വിഡിയം ഇവിടെ ഈ ഒരു ബ്രാൻഡിനെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ആഡ് ചെയ്തേക്കുന്നത് ഫോർജ്ഡ് ബ്രാസ് ബേണേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹീറ്റ് എഫിഷ്യൻസി ഇതിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ അവരുടെ 10 mm തിക്ക് പാൻ സപ്പോർട്ടും നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ്. കാരണം അത്യാവശ്യം വെയിറ്റുള്ള പാത്രങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ചെങ്കിൽ പോലും നമുക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും, അല്ലെങ്കിൽ ഒരു തോതിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. അത്രത്തോളം തിക്കായിട്ടുള്ള കാസ്റ്റ് അയണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേൾഡിലെ തന്നെ ആദ്യത്തെ കംപ്ലീറ്റ്ലി റിമൂവബിൾ ബേണർ അസംബ്ലി ഉള്ളതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പ് ട്രേയും റിമൂവ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള ഫുഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാല് തിളപ്പിച്ചിട്ട് വീഴുന്നോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈസിലി റിമൂവ് ചെയ്യാം. അത് മറ്റൊരു ആഡഡ് ഫീച്ചറാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ എല്ലാ ബേണർ അസംബ്ലീസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ജംബോ, സ്മോൾ, അതേപോലെ തന്നെ മീഡിയം. ഓരോ ബേണർ അസംബ്ലീസും സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ തന്നെ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്, JSM എന്നൊക്കെ പറഞ്ഞ്. സോ ഈസിലി നമുക്ക് തന്നെ ഇത് ഫിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഓക്സി റിച്ച് മിക്സിംഗ് ട്യൂബാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ വിഡിയം കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70% ഗ്യാസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും ആ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തീ പിടിച്ച ഗ്യാസ് വില ഉള്ള കാലമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 70% ഗ്യാസ് എഫിഷ്യൻസി കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സച്ച് എ ബാഡ് തിങ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇഗ്നിഷൻ സിസ്റ്റം. മാനുവൽ ഇഗ്നിഷനാണ് വരുന്നത്. അതേപോലെ തന്നെ എർഗണോമിക് ആയിട്ടുള്ള നോബ്സാണ് വിഡിയം ഈ ഒരു പ്രൊഡക്റ്റിൽ കൊടുത്തേക്കുന്നത്. സോ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് വിഡിയം ഈ ഒരു പ്രൊഡക്റ്റിലൂടെ അവരുടെ വോഗ് വെസ്റ്റ സീരീസിലൂടെ ഈ ഒരു 3 ബർണർ ഗ്യാസ് സ്റ്റൗവിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഈ പ്രോഡക്റ്റിൻ്റെ പോസിറ്റീവ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിരുന്നു.
എന്നിരുന്നാലും എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ തോന്നിയ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ആക്ച്വൽ വെയിറ്റ്. അതായത് ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഇറ്റ് വെയ്സ് അറൗണ്ട് 16 kg. 16 കിലോയോളം ഭാരം ഒരു ഗ്യാസ് സ്റ്റൗവിന് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ആളുകൾക്കെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. എന്നിരുന്നാലും ഈ പറയുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള കുറേയധികം ഗ്യാസ് സ്റ്റൗവ്സും വളരെ ഈസിയറായിട്ട് നമുക്ക് പൊക്കിയെടുത്ത് ലിഫ്റ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് സംവാട്ട് ഹെവി ആയിട്ട് കുറച്ച് ആളുകൾക്കെങ്കിലും ഫീൽ ചെയ്യാം. എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ വീഡിയോയിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെയാണ് പറഞ്ഞത്. ഇതുവരെ നമ്മൾ അതിൻ്റെ പ്രൈസിലേക്ക് വന്നില്ല. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് ഞാൻ വാങ്ങിയതും 1990 രൂപയ്ക്കാണ്. സോ അത്രയും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വിലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു പ്രീമിയം ഫിനിഷ് പ്ലസ് സ്റ്റേഡി ആയിട്ടുള്ള ഡെൻസർ ആയിട്ടുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബേണർ അസംബ്ലി പ്ലസ് സിസ്റ്റമാണ് വീഡിയോ നമുക്ക് ഓഫർ ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റിന് 11,000 രൂപയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ 10,990 മുടക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കുറേയധികം ആളുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ യൂസർ റിവ്യൂസ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് പ്രൊഡക്റ്റ് റിവ്യൂസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ